മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു ഹെർമൻ ഗുണ്ടർട്ട്. 1814 ഫെബ്രുവരി 4 ജർമ്മനിയിലെ സ്റ്റാറ്റ്ഗാർട്ടിലാണ് ഹെർമൻ ഗുണ്ടർട്ട് ജനിക്കുന്നത്. അദ്ദേഹം ഒരു മിഷണറിയും ഭാഷാ പണ്ഡിതനുമായിരുന്നു. 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് രാജ്യസമാചാരം എന്ന മലയാള പത്രം ആരംഭിച്ച വ്യക്തി എന്ന നിലയിൽ മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇടം നേടി. ഗുണ്ടർട്ട് തൻ്റെ 22-ാം വയസ്സിൽ ജർമ്മനി വിട്ട് ഇന്ത്യയിലേക്ക് മിഷണറി പ്രവർത്തനത്തിനായി പുറപ്പെട്ടു. 1836 അദ്ദേഹം മദ്രാസിലെത്തി. ബാസൽ മിഷനിൽ ചേർന്ന് മംഗലാപുരത്തെത്തി. ദക്ഷിണേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത അദ്ദേഹം തലശ്ശേരിക്കടുത്തുള്ള ഇല്ലിക്കുന്നിൽ സ്ഥിരതാമസമാക്കാൻ നല്ലൊരു സ്ഥലം കണ്ടെത്തി. 20 വർഷത്തോളം അദ്ദേഹം അവിടെ താമസിച്ചു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായി. മലയാള പത്രപ്രവർത്തനത്തിനും ഭാഷയ്ക്കും നിരവധി സംഭാവനകൾ അദ്ദേഹം നൽകി. രാജ്യസമാചാരം കൂടാതെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനും മിഷനറി പ്രവർത്തനങ്ങൾക്കുമായി അദ്ദേഹം പശ്ചിമോദയം എന്ന മറ്റൊരു പത്രം ആരംഭിച്ചു. ഈ പത്രത്തിൻ്റെ എഡിറ്റർ ഫ്രെഡറിക് മുള്ളർ ആയിരുന്നു. മലയാള ഭാഷാവ്യാകരണം എന്ന മലയാള വ്യാകരണ ഗ്രന്ഥം സമാഹരിച്ച ഗുണ്ടർട്ട് മലയാളത്തിലേക്കുള്ള ബൈബിൾ വിവർത്തനങ്ങൾക്കായി സംഭാവനകൾ നൽകി. ചരിത്രം, ഭൂമിശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നീ മേഖലകളിലും ഗുണ്ടർട്ട് സംഭാവനകൾ നൽകി. അദ്ദേഹം ടെലിച്ചേരിയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ ആർക്കൈവുകൾ ജർമ്മനിയിലെ ട്യൂനിബർഗ് സർവകലാശാലയിൽ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട്. 1859 അദ്ദേഹം ജർമ്മനിയിലേക്ക് മടങ്ങി. അവിടെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പൂർത്തിയാക്കാൻ അദ്ദേഹം 10 വർഷമെടുത്തു. ഗുണ്ടർട്ട് കേരളത്തിലെത്തിയത് ഒരു മിഷണറി ആയിട്ടാണെങ്കിലും മലയാള ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളുടെ പേരിലാണ് അദ്ദേഹം ഇന്നും സ്മരിക്കപ്പെടുന്നത്. നേരത്തെ തെളിച്ചേരി എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ തലശ്ശേരിയിൽ അദ്ദേഹത്തിന് പ്രതിമ നൽകി ആദരിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ കാൽവിൽ താമസിച്ചിരുന്ന അദ്ദേഹം 1893 ഏപ്രിൽ 25 അന്തരിച്ചു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ വീഡിയോ നിങ്ങളുടെ പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.